യുഗാരംഭം മുതൽ തിരഞ്ഞെടുത്ത ചില മനുഷ്യരോട് വചനത്തിലൂടെ ദൈവം സംസാരിച്ചിരുന്നു. ചില സമയങ്ങളിൽ പ്രത്യാശയുടെ വചനങ്ങളാണെങ്കിൽ ചില സന്ദർഭത്തിൽ താക്കീതുകളായിരുന്നു. അവയിൽ മാനവ നന്മയ്ക്ക് വേണ്ടി അനുസരിക്കാനൊരു സുപ്രധാന വചനമുണ്ട്. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്നവിടുന്ന് ആജ്ഞാപിച്ചു. ഏതൊരു വിശ്വാസിയും അടിവരയിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട വചനഭാഗം. പിന്നീടും പലപ്പോഴായി പ്രവാചകരിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മോടുള്ള ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹമായിരുന്നിരിക്കണം ഓരോ മാനവനെയും തേടിക്കണ്ടെത്തി സംസാരിക്കാൻ കടന്നുവരുന്നതിന് കാരണം. ഈ അത്യാധുനിക കാലഘട്ടത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. 2003 ദുഃഖ്രാന തിരുനാൾ ദിനം തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിലെ നിത്യാരാധനാ ചാപ്പലിൽ തൻ്റെ ഒരേയൊരു വരുമാനമാർഗമായ ബാങ്ക് ഉദ്യോഗം രാജിവെച്ച് ദൈവരാജ്യവും സ്വപ്നം കണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ബ്രദർ ബെന്നി പുന്നത്തറ. അദ്ദേഹത്തിന് കേൾക്കാവുന്ന രീതിയിൽ സുപ്രധാനമായ ഒരു കാര്യം അന്ന് ദൈവം സംസാരിച്ചു. എനിക്ക് വേണ്ടി ഒരു TV ചാനൽ തുടങ്ങുക. ബാങ്ക് അക്കൗണ്ടിൽ സമ്പാദ്യങ്ങളൊന്നുമില്ലാതിരുന്ന താൻ ഒരു TV ചാനൽ എങ്ങനെ തുടങ്ങണമെന്ന് സംശയിച്ചിരുന്ന ബെന്നി പുന്നത്തറയോട് ദൈവത്തിൻ്റെ മറുപടിയും ഉടനെ വന്നു. എനിക്ക് വേണ്ടി മാസം തോറും 100 രൂപ വെച്ച് തരാൻ കഴിവുള്ള 50,000 പേരെങ്കിലും ഈ കേരളത്തിലില്ലേ? അവരിലൂടെ നീ മൂലധനമുണ്ടാക്കുക. ഞാൻ പറയുന്നതനുസരിക്കുക. അപ്പോൾ സാങ്കേതികമായ അറിവുള്ളവരെ ഞാൻ നിന്നോട് കൂട്ടിച്ചേർക്കും. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ സംഭവിച്ചത് ചരിത്രത്തെ തിരുത്തിക്കുറിക്കുന്ന അത്ഭുതങ്ങളായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സുവിശേഷ ചാനലിൻ്റെ ഉദയമായിരുന്നു. അത്യുന്നതൻ്റെ ശക്തി കടന്നു വരുമ്പോൾ എല്ലാം സാധ്യമാകുമല്ലോ. അപ്പോഴും ദൈവം പറഞ്ഞതനുസരിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പരസ്യങ്ങളൊന്നുമില്ലാത്ത ഒരു TV ചാനലിന് ദൈവം രൂപം നൽകുകയായിരുന്നു. അങ്ങനെ 2005 ഫെബ്രുവരി 26 ശാന്തിയുടെ സന്ദേശം സകല ജനങ്ങളിലേക്കും എത്തിക്കാനായി ഷാലോം ടെലിവിഷൻ രൂപം പ്രാപിച്ചു. മനസ്സ് തളരുമ്പോൾ സ്വാന്തനം പകരാനും ആത്മാവ് തളർന്നുറങ്ങുമ്പോൾ തൊട്ടുണർത്താനും ദൈവത്തിൻ്റെ വചനം നമ്മെ തേടിയെത്തുന്നു. വാഗീശസ്പന്ദന ശ്രുതിതാളം ആനന്ദദായക ദൃശ്യമേളം ഭാവരാഗതാളമയം ജീവിതം സർവേശ സമന്വിതമാകണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. ഷാലോം TVയുടെ തീം സോങ്ങിനെ കുറിച്ച് പലരും എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ ഭാഗം ഒരു വിരുദ്ധമായി പാടുന്ന ആ വരികളെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഈ അവസരം ഞാൻ അതിന് ഉപയോഗിക്കുകയാണ്. വാഗീശസ്പന്ദന ശ്രുതി നാളം ആനന്ദദായക ദൃശ്യമേളം ഭാവരാഗതാളമയം ജീവിതം സർവേശ സമന്വിതമാകണം. ഇവിടെ ആദ്യം പറയുന്നത് വാഗീശസ്പന്ദനം എന്നാണ്. വാഗീശൻ എന്ന് പറഞ്ഞാൽ വാക്കാകുന്ന ഈശ്വരൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് വാഗീശ സ്പന്ദനം. ആ വാഗീശൻ്റെ സ്പന്ദനം, വാക്കാകുന്ന ഈശ്വരൻ്റെ ചലനം. ദൈവം എല്ലാം സൃഷ്ടിച്ചത് വചനം വഴിയാണ്. വചനത്തിൻ്റെ ഒരു ചലനം. ആ ചലനത്തിൽ നിന്ന് ശ്രുതിയും നാളവും ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഓഡിയോ വിഷ്വൽ, ശ്രുതി ഓഡിയോ, നാളം വിഷ്വൽ. അപ്പോൾ എല്ലാം കാണാവുന്നതും കേൾക്കാവുന്നതുമായ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് വാഗീശൻ്റെ സ്പന്ദനത്തിൽ നിന്നാണ്.
അത് ടി വി ആയിട്ട് നമുക്ക് അതിനെ സങ്കല്പിക്കാം. കാരണം ഓഡിയോയും വിഷ്വലും ഒന്നിച്ച് വരുന്ന ഒരു സങ്കേതമാണത്. അത് ആനന്ദദായകമായ ദൃശ്യങ്ങൾ അവിടെ മേളിക്കുന്നു. അങ്ങനെ ആ ആനന്ദദായകമായ ദൃശ്യങ്ങളുടെ മേളനം അവിടെ നടക്കുമ്പോൾ, യോജിപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ, അത് മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്നു. അതാണ് ഭാവരാഗ താളമയമായ ജീവിതം സർവേശ സമന്വിതമാകണം എന്ന് പറയുന്നത്. സർവേശ്വരനോട് സമന്വിതമാകണം, ഐക്യപ്പെടണം. അപ്പോൾ ദൈവ ഐക്യത്തിൽ മനുഷ്യൻ ആനന്ദിക്കണം. അതാണ് ആ വരികളുടെ അർത്ഥം. പിന്നീട് അങ്ങോട്ടുള്ളത് ശാലോം, സമാധാനം തുടങ്ങിയ വചനങ്ങൾ, വാക്കുകൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ ഒരു വരികൾ അതൊരു ധ്യാനത്തിൽ പെട്ടെന്ന് രൂപപ്പെട്ട് മനസ്സിൽ വന്നു എഴുതിയിട്ടു. അത്രയേ ഉള്ളൂ. തമ്പുരാന് മഹത്വം ഉണ്ടാകട്ടെ. ഹരിത കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം വിതച്ചിറക്കണം, നനച്ചെടുക്കണം, അതിരണിഞ്ഞു പാകമാകണം, കൊയ്തു 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 വിളവെടുക്കണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. അനേകം ചാനലുകൾക്കിടയിൽ ശാലോം ചാനൽ പ്രവർത്തന നിരതമായപ്പോൾ ഈ ചാനലിനെ കുറിച്ചൊരു സങ്കല്പം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ആ സങ്കല്പം. ആ സങ്കല്പമാണ് വാസ്തവത്തിലിവിടെ അടിവരയിടുന്നത്. അതായത് ഭാവരാഗ താളമയമായ ജീവിതത്തിൽ ദൈവൈക്യം ഉണ്ടാകാൻ കാരണമാകുന്ന ദൃശ്യങ്ങൾ മേളിക്കണം. എല്ലാ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ചാനലുകളാണ്. വെറുതെ മനുഷ്യനെ രസിപ്പിച്ച് കടന്നു പോകുന്നു. പക്ഷേ ഈ ചാനൽ രസിപ്പിച്ച് കടന്നു പോയാൽ പോരാ, മനുഷ്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ആന്തരികതയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനിൽ ദൈവം രൂപപ്പെടണം, ദൈവവുമായിട്ട് ഐക്യപ്പെടണം. അതിനുപകരിക്കുന്ന പ്രോഗ്രാമുകളാണ് ശാലോമിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ കഴിഞ്ഞ 15 വർഷമായി സഫലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷവും കൂടി ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കുണ്ട്. കാരണം അനേകം പ്രോഗ്രാം കാണുന്നവർക്ക് അത് ആധ്യാത്മികമായ ഉണർവുണ്ടാകുവാൻ, ഈശോയുമായിട്ടുള്ളൊരു സ്നേഹബന്ധമുണ്ടാകുവാൻ, ആത്മീയതയിൽ സൃഷ്ടിപരമായ ഒരു മാറ്റമുണ്ടാകുവാൻ ഇത് കാരണമാകുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പുരപ്പുറങ്ങളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യദൂതുകൾ. ഇരുളകറ്റണം, മിഴിതുടയ്ക്കണം, ദൈവനീതി നടനമാടണം, പെയ്തു 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 കൃപയിറങ്ങണം. സമാധാനം മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. ഗുഡ് മോർണിംഗ് ഫാദേഴ്സ്. നാം ഇപ്പോൾ പാലായിലെ വിൻസെൻഷൻ സെമിനാരിയിലാണുള്ളത്. ഇത് സെമിനാരിയുടെ റീഡിംഗ് റൂം. ഇവിടെയുള്ള 2 അച്ഛന്മാരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പിന്നിലുള്ളത് ജേക്കബ് അരയത്തിനാലച്ഛനാണ്. JC അരയത്തിനാൽ എന്ന ചുരുക്കപ്പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ എൻ്റെ അടുത്തിരിക്കുന്ന അച്ഛൻ എബിൻ നീരുവേലിക്കലച്ഛൻ ഈ സ്ഥാപനത്തിൻ്റെ റെക്ടർ അച്ഛനാണ്. അതുപോലെ സുപ്പീർ അച്ഛനാണ്. ഒരു വിൻസെൻഷൻ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, അതിൻ്റെ സുപ്പീർ അച്ഛനാണ്. അരയത്തിനാലച്ഛനെ കുറിച്ച് കാര്യം ഞാൻ ആദ്യം പറയട്ടെ. ജേക്കബ് അച്ഛ, ചാക്കോ അച്ഛൻ എന്ന ഓമന പേരിൽ ഞങ്ങൾ വിളിക്കും. അച്ഛനെക്കുറിച്ചൊരു വാക്കോ എനിക്ക് ആദ്യം പറയേണ്ടതുണ്ട്. കാരണം ഞാൻ സെമിനാരിയിൽ വരുമ്പോൾ അച്ഛൻ എനിക്ക് ഒരു ജ്യേഷ്ഠ സ്ഥാനീയനെ പോലെ സീനിയർ ക്ലാസ്സിൽ ഓർഡിനേഷനോട് അടുത്ത കാലത്തായിരുന്നു. എൻ്റെ ഫോർമേഷൻ്റെ കാര്യത്തിൽ
വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ്. എൻ്റെ കലാവാസനകളെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു കവിത എഴുതി അത് പ്രസിദ്ധീകരിക്കാനിടയായത് അരയത്തിനാലച്ഛൻ്റെ ഇടപെടലിലൂടെയാണ്. അച്ഛനാണത് കണ്ടെത്തിയിട്ട് ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിന് അത് അയച്ചു കൊടുക്കുകയും അതങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തത്. അച്ഛൻ്റെ ഒരു തലതട്ടപ്പൻ്റെ സ്ഥാനത്ത് നിന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അത് സാധിക്കുമായിരുന്നില്ല. പിന്നെ അച്ഛനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ, അന്നൊക്കെ സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ട് അച്ഛന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ KM തരകൻ സാറിനെ സെമിനാരിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ചതും, അതുപോലെ വയലാർ രാമവർമ്മയായിട്ടുള്ള അച്ഛൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. മാത്രമല്ല അച്ഛൻ നല്ലൊരു വാഗ്മിയാണ്. PT ചാക്കോയുമായിട്ട് ഒന്നിച്ച് വേദി പങ്കിട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആ പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷമാണ് അച്ഛൻ സെമിനാരിയിലേക്കുള്ള സവിശേഷമായ വിളി സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ഛനെക്കുറിച്ച് എനിക്ക് ഒത്തിരി അഭിമാനവും സ്നേഹവും കടപ്പാടുമുണ്ട്. താങ്ക് യു ഫാദർ മൈക്കിൾ. വളരെ സന്തോഷം മൈക്കിൾ അച്ഛ. എന്നെ അച്ഛൻ ഓർത്തിരുന്ന് അതൊക്കെ ഇവിടെ ഇപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചതിൽ സെമിനാരി ജീവിതകാലത്ത് തന്നെ മൈക്കിൾ അച്ഛനെ വളരെ അടുത്തറിയുവാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായി എഴുതിയ കവിതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. അത് വായിച്ച് ആസ്വദിച്ച് പ്രസിദ്ധീകരണത്തിന് അർഹമാണെന്ന് എനിക്ക് തോന്നിയതിനാൽ എനിക്ക് പരിചയമുള്ള ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് അയക്കാൻ പറയുകയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അച്ഛൻ്റെ ആദ്യ കൃതി വെളിച്ചം കാണുന്നത് അന്നാണ്. അപ്പോൾ അതിൽ ഇടപെടാനും അത് ആസ്വദിക്കാനും ഒക്കെ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ധ്യാനത്തിനായിട്ടൊക്കെ പലയിടത്തും പോകുമ്പോൾ അച്ഛൻ്റെ ഗാനങ്ങൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ചില സാഹിത്യകാരന്മാരെന്നോട് പണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ചില കാവ്യമുഹൂർത്തങ്ങൾ, കാവ്യബിംബങ്ങൾ, ഒന്നായത് സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ദൈവത്തിൻ്റെ സ്നേഹം. എത്ര തന്നെ ചിന്തിച്ചാലും നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതൊരു സുന്ദരമായ കാവ്യബിംബമാണ്. സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കി. ഇങ്ങനെ വേറെയുണ്ട് സുന്ദരമായ കാവ്യബിംബങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ വളരെ ആരംഭത്തിൽ തന്നെ എഴുത്തു തുടങ്ങിയ കാലത്ത് തന്നെ അറിയാനും ആസ്വദിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ദൈവം അദ്ദേഹത്തിന് നൽകിയ, മൈക്കിൾ അച്ഛ അങ്ങേക്ക് നൽകിയ വലിയ പ്രതിഭയെ അദ്ദേഹം സ്നേഹിക്കുകയും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നുവെന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഞാൻ പ്രത്യേകം മൈക്കിൾ അച്ഛനെ അഭിനന്ദിക്കുകയാണ്. പിന്നെ വ്യക്തിപരമായ ബന്ധം ഇന്നും അത് ഊഷ്മളമായി തന്നെ ചെയ്യുന്നു. അച്ഛനുമായിട്ട് അടുത്ത് ഇടപഴകി ഒന്നിച്ച് വചനപ്രഘോഷണ രംഗത്തും മറ്റ് രംഗങ്ങളിലും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അങ്ങേക്ക് ദൈവം തന്ന ആ വലിയ പ്രതിഭയെ ഞാൻ മനസ്സിലാക്കുകയും അതിലഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എഴുതുവാനും പാടുവാനും ഒക്കെ ദൈവം തന്ന ആ വലിയ കഴിവിനെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഇനി കുറച്ചുകൂടി ആഴപ്പെട്ട അനുഭവത്തോടു കൂടി പ്രായമേറും തോറും എഴുതുവാനും അച്ഛന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അച്ഛനെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആഗ്രഹിക്കുകയും എല്ലാവിധ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മികച്ച ഞാനങ്ങ് പോട്ടെ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കേട്ടോ. ഓക്കെ, താങ്ക് യു. എബിൻ നീറുവേലിൽ അച്ഛനെക്കുറിച്ച് ഒരു വാക്കുകൂടി എനിക്ക് പറയാനുണ്ട്. അച്ഛനുമായിട്ട് നേരത്തെ തന്നെ സൗഹൃദം എനിക്കുണ്ട്. ഇവിടെ വന്നപ്പോൾ ആ സൗഹൃദം ഞാൻ ആസ്വദിക്കുകയാണ്. കാരണം ഒരു സത്യാന്വേഷകനാണ് അച്ഛൻ. ഇപ്പോഴും ആത്മീയ മേഖലയിൽ ആഴങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന സത്യം കണ്ടെത്തുന്ന സ്വഭാവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ട്. ഞങ്ങളുടെ യാത്രകളൊക്കെ അങ്ങനെ ഹൃദ്യമാണ് എപ്പോഴും. അതുപോലെ അച്ഛൻ ഞങ്ങളുടെ യുവനിരയിലെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരംഗമാണ്.
ഇപ്പോൾ ഈ സെമിനാരിയുടെ സാരഥ്യമാണ് അച്ഛനുള്ളത്. എൻ്റെ ഒരു നോട്ടത്തിൽ ഇത്രയും പ്രഗത്ഭനായ കുട്ടികളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ഒരാളുടെ കൈകളിൽ ഇവിടുത്തെ ദൈവവിളിയൊക്കെ വളരെ ഭദ്രമാണെന്ന് ഞാൻ ഓർത്ത് സന്തോഷിക്കാറുണ്ട്. ധ്യാനപ്രസംഗകനാണ്. അതിനൊക്കെ ഉപരി അച്ഛൻ നല്ലൊരു കലാസ്വാദകനും ഗാനങ്ങളെ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ പല ഗാനങ്ങളെയും ആസ്വദിച്ച് അഭിപ്രായം പറയുന്ന അങ്ങനെയുള്ള ചില നിമിഷങ്ങൾ ഞാനേറെ ആസ്വദിക്കാറുണ്ട്. അച്ഛൻ നന്നായിട്ട് പാടും. ചില പാട്ടുകളൊക്കെ അച്ഛൻ പാടി ധ്യാനത്തിൻ്റെ ഇടയിലൊക്കെ പാടിയത് ഞാൻ നേരിട്ട് കേട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന് കൂടുതൽ ആഴം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ ഈ നേതൃത്വം സെമിനാരിക്ക് അങ്ങേറ്റം മുതൽക്കൂട്ടായിരിക്കും. ദൈവവിളിയെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിൽ അത് അങ്ങേറ്റം ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. മനസ്സിക്കലച്ച ഹൃദയത്തിൽ തൊട്ട് അച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സംസാരം ആഴമേറിയതാണ്. പരപ്പുകളെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും തന്നെ സംസാരിക്കാറില്ല. ആഴങ്ങളിലേക്ക് ഒരുപക്ഷെ പണിച്ചിക്കലച്ചൻ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ദൈവവിളിക്കുള്ള സ്വാധീനം എന്തുമാത്രം എന്നുള്ളതിനേക്കാളും എൻ്റെ വിളിയെ ബലപ്പെടുത്തുന്നതിൽ അച്ഛൻ്റെ പങ്ക് അനിർവചനീയമാണ്. പലപ്പോഴും ഞാനൊരു സത്യാന്വേഷിയാണെന്ന് അച്ഛൻ സൂചിപ്പിച്ചു. എൻ്റെ അന്വേഷണത്തിൽ സത്യത്തിലേക്കുള്ള യാത്രയിൽ വല്ലാതെ അച്ഛൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു മതാത്മകത എന്നതിനേക്കാളും മതാത്മകതയേക്കാളും ആധ്യാത്മികത എന്താണെന്നാണ് നമ്മൾ സംസാരിക്കാറ്. നമ്മുടെ ഭക്ഷണ സമയത്തും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഒരുപാട് സമയം ആത്മീയതയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഈ ആത്മീയ വഴികൾ നമ്മളെ ഒരിടത്തും എത്തിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പിന്തുടർന്നു വരുന്ന വഴികൾ നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം ഉണ്ട്, നമ്മൾ വിലപ്പെട്ടവരാണ്. അച്ഛനിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടാനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ വിലപ്പെട്ടവരാണെന്നുള്ള അച്ഛൻ്റെ ബോധ്യം നിറഞ്ഞ ചില വാക്കുകളാണ്. അച്ഛൻ ഓർക്കുന്നുണ്ടാവും, അച്ഛൻ പലപ്പോഴും 100 രൂപ ചെളിയിൽ വീണാലും ചാണകത്തിൽ വീണാലും അതിൻ്റെ വില ഒട്ടും കുറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വേഗം അത് എടുക്കുകയും കഴുകി തുടച്ച് ഓമനിച്ച് വീഴാത്തതിൻ്റെ ഒപ്പം ഇരുത്തുകയും ചെയ്യും. അത് എൻ്റെ ആത്മീയതയിൽ എന്നെ ഒരുപാട് സഹായിച്ചു. എൻ്റെ ദൈവവിളിയിൽ എനിക്ക് ദൈവവിളി എന്ന് പറയുന്നത് വൈദികനാകുക അതുവരെയല്ല, അതിനും മരണത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യാത്രയിൽ ഞാൻ വിലപ്പെട്ടവനാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയത് അച്ഛൻ്റെ വചന പ്രഘോഷണങ്ങളും അച്ഛൻ്റെ ഗാനങ്ങളുമാണ്. അതിൻ്റെ മനോഹരമായൊരു ഗാനമുണ്ടല്ലോ, ഈ ആത്മാവിൻ ആഴങ്ങളിൽ. എത്ര മനോഹരമായ ഗാനമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ആഴങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവത്തിൻ്റെ സാന്നിധ്യം.
പക്ഷേ എൻ്റെ ദൈവവിളിയിൽ എൻ്റേത് മാത്രമല്ല അനേകരുടെ ദൈവവിളികളിൽ അച്ഛൻ്റെ ഈ ചിന്തകൾ, അച്ഛൻ്റെ ഈ വരികൾ, അച്ഛൻ്റെ ആത്മീയ പ്രഭാഷണങ്ങൾ അനേകരെ ദൈവത്തിൻ്റെ അരികിലേക്ക് അടുപ്പിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. ഒരു റക്ടറച്ചൻ എന്ന നിലയിൽ അച്ഛൻ ഇവിടുത്തെ ആധ്യാത്മിക പിതാവായി വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരിയധികം സന്തോഷിച്ചു. കാരണം ആത്മീയതയുടെ തീരത്ത് നിൽക്കേണ്ടവരല്ല വൈദികർ, ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകേണ്ടവരാണ്. പനച്ചിക്കലത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വലിയ അനുഗ്രഹമാണ്. ഞങ്ങളുടെ സഭയ്ക്ക്, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്, അതിലുപരി ലോകത്തിന് മുഴുവനും ഒരു വലിയ അനുഗ്രഹമാണ്. ഒരുപക്ഷെ പനച്ചിക്കലത്തിന് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ആഴം, അറിവ്, സത്യം, ഇതൊക്കെ അച്ഛൻ്റെ ആത്മീയതയെ സൂചിപ്പിക്കുന്നു. ഞങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അച്ഛൻ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശരി, വളരെ സന്തോഷം. ശരി. നക്ഷത്രമുടി ചൂടുമംബികെ സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലേ, ദൈവകുമാരനെ ഭൂമിക്കു നൽകിയ മനുഷ്യകുലത്തിൻ്റെ മാതാവേ, നക്ഷത്രമുടി ചൂടുമംബികെ സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലേ, ദൈവകുമാരനെ ഭൂമിക്കു നൽകിയ മനുഷ്യകുലത്തിൻ്റെ മാതാവേ. ഒരു പഴയ ഗാനമുണ്ട്, 80കളിലെ രചനയാണ്. നക്ഷത്രമുടിചൂടും അംബികെ സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലെ എന്നാണ് തുടങ്ങുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ ഞാനാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ അമ്മയെക്കുറിച്ച് എന്താണ് സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിൽ എന്ന് എഴുതിയതെന്ന് ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ മണിവാതിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിൽ എന്നാണ് പറഞ്ഞത്. മാതാവ് വഴി ഈശോയിലേക്ക് എന്നൊരു പ്രയോഗമുണ്ടല്ലോ, സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. മാതാവ് ഈശോയിലേക്കുള്ള വഴി കാണിച്ചിരുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ മാതാവ് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യാനാണ്. ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്യാനാണ്. മാതാവ് എപ്പോഴും, മാതാവിനോടുള്ള ഭക്തി നമ്മെ സവിശേഷമായ രീതിയിൽ ഈശോയിൽ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. സ്വർഗവുമായി രമ്യമാക്കുക ജീവിതം ഹോമിച്ചു നിന്റെ പുത്രൻ, ആബലി കർമ്മത്തിൽ കാൽവരിയോളം തിരിയാതെ സഹകാരിയായവൾ നീ, ലോകരക്ഷാകർമ്മത്തിൽ സഹകാരിണി. രണ്ടാം ഹവ്വായായിട്ടാണ് മാതാവിനെ സഭാപിതാക്കന്മാർ കാണുന്നത്. ആദ്യത്തെ ഹവ്വ തീർച്ചയായിട്ടും മനുഷ്യകുലത്തിൻ്റെ മാതാവ് ആയിരുന്നവളാണ്. പക്ഷേ മനുഷ്യകുലത്തിന് വീണ്ടും ഒരു മാതാവ് വേണ്ടി വന്നു. നവീകരിച്ച മനുഷ്യകുലത്തിന് വേണ്ടി, ദൈവമക്കളായി തീർന്ന മനുഷ്യകുലത്തിന് പരിശുദ്ധ അമ്മ മാതാവായിരിക്കുകയാണ്. ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അമ്മയെ യോഹന്നാൻ എന്ന ശിഷ്യൻ വഴി നമുക്കെല്ലാം അമ്മയായി നൽകി. അതുകൊണ്ട് ആ അമ്മയോടുള്ള നമ്മുടെ ഭക്തിയും നമ്മുടെ സ്നേഹവും വളരെ വലുതാണ്. എന്നെ സംബന്ധിച്ച് ദൈവവിളിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണിത്. നക്ഷത്രമുടി ചൂടുമംബികെ സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലേ, ദൈവകുമാരനെ ഭൂമിക്കു നൽകിയ മനുഷ്യകുലത്തിൻ്റെ മാതാവേ. കൊളത്തുവേൽ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് CJ വർഗീസ് നയിക്കുന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്.
അത്ഭുതകരമായൊരു ഒരു പരിശുദ്ധാത്മാഭിഷേകം, എൻ്റെ സകല സങ്കല്പത്തിനും അതീതമായൊരു പരിശുദ്ധാത്മാഭിഷേകം എന്നെ ആകെ മാറ്റിമറിച്ച ഒരു സംഭവം. അപ്പോൾ ഈ സംഭവമാണ്, ഈ സംഭവത്തിലൂടെയാണ് വാസ്തവത്തിൽ ഈ മനുഷ്യപ്രകൃതി ദൈവികമായ ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടത്, അല്ലെങ്കിൽ കൽക്കരിക്കട്ട വൈഡൂര്യമായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നതെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിയുന്നു. പൗരോഹിത്യം സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് ദൈവവിളി പൂർത്തിയാകുന്നില്ല. പൗരോഹിത്യത്തിലൂടെ ലഭിച്ച ആ വിളിക്കനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ പുരോഗതി പ്രാപിക്കണമല്ലോ, നിലനിൽക്കണം, പുരോഗതി പ്രാപിക്കണം. ഈശോയോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കണം, ആഴപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ആഴപ്പെടണം, ദൈവാനുഭവം ഉണ്ടാകണം. അത് അനേകർക്ക് ആ ദൈവാനുഭവം കിട്ടാനിടയാണ്. അപ്പം അങ്ങനെ ഈ ഒരു ധ്യാനത്തിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാഭിഷേകം അതെന്നെ വല്ലാതെ മാറ്റിമറിച്ചു. എന്നെ അടുത്ത് അറിയുന്നവർക്ക് അതറിയാം. പിന്നീടുള്ള എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും അത് വളരെ പ്രകടമായി എനിക്ക് അനുഭവപ്പെട്ടു. ഉദാഹരണത്തിന്, നേരത്തെ ഞാനൊരു പ്രസംഗം പറയണമായിരുന്നെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി മണിക്കൂറുകൾ നോട്ട് തയ്യാറാക്കി പറയേണ്ട കഥകളും ഉപമകളും ഒക്കെ ചേർത്ത് വെച്ച് ആ കടലാസിൻ്റെ ഒരു പിൻബലത്തോടുകൂടിയായിരുന്നു ഞാൻ പ്രസംഗിച്ചിരുന്നത്. എന്നാൽ ഈ അഭിഷേകം കിട്ടിയതിന് ശേഷം ഞാൻ പ്രസംഗപീഠത്തിൽ കയറി നിന്നാൽ തന്നെ പ്രസംഗം അങ്ങ് വരുമായിരുന്നു. ഞാൻ തന്നെ അറിയുന്നില്ല എങ്ങോട്ടാണ് ഈ പ്രസംഗം പോകുന്നതെന്ന്. ആ രീതിയിൽ എൻ്റെ നാവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ഒരു ചിന്ത കഴിഞ്ഞ് അടുത്ത ചിന്തയിലേക്ക് അത്, അല്ലെങ്കിൽ ഒരു ചിന്തയെ ഡെവലപ്പ് ചെയ്ത് അതിനെ അങ്ങനെ കൊണ്ടുപോകാൻ ഒറ്റ നിപ്പ് നിന്നുകൊണ്ട് 2 മണിക്കൂറൊക്കെ അറിയാതെ പ്രസംഗിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഒരു പുതിയ നിയമം മാത്രം കയ്യിലെടുത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും സമയമായോ? അത് കൃപയാണെന്ന് എനിക്ക് അറിയാം. ആ കൃപയുടെ ആ പ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ഡ്രൈവിങ്ങിൽ പോലും ഈ കൃപയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ ഏത് ബഹളത്തിൽ കൂടെയും സിറ്റി കൂടെയൊക്കെ ഓടിക്കുമ്പോഴും എന്നിലിരുന്ന് ആരോ എന്നെ നയിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു തിരിച്ചറിവാണ്, അത് അനുഭവത്തിലൂടെ കിട്ടിയൊരു അറിവാണ്. അതുകൊണ്ട് പിന്നീടുള്ള എൻ്റെ ധ്യാനപ്രസംഗത്തിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഈ അനുഭവം കിട്ടണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടുമെന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു എൻ്റെ ദൈവവിളിയുടെ 2ാം ഘട്ടത്തിൽ അതെനിക്കൊരു 39 വയസ്സുള്ള സമയത്താണ് ഞാൻ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയത്. ഇപ്പോൾ എനിക്ക് 69 വയസ്സായിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടം ആ രീതിയിലുള്ളൊരു കാലഘട്ടമായിരുന്നു, ഏതാണ്ട് 30 വർഷത്തോളം. അപ്പോൾ അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ശുശ്രൂഷകളെ ഓർക്കുമ്പോഴും ഒരു വേദിയിൽ നിന്ന് വേറൊരു വേദിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്നതുപോലെ ഇങ്ങനെ വിളിക്കപ്പെടുകയും പറന്ന് നടക്കുന്ന പോലെ നടന്ന സുവിശേഷം പ്രസംഗിക്കുകയൊക്കെ ചെയ്തൊരു കാലം. കോട്ട ഡിവൈൻ ടീമിൽ നിന്ന് ആദ്യമായി വിദേശങ്ങളിലേക്ക് വിളിക്കപ്പെട്ട ആൾ, അല്ലെങ്കിൽ അയക്കപ്പെട്ട ആൾ ഞാനാണ്. അതെനിക്ക് തന്നെ അതിശയമാണ്. ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം പലവട്ടം പോകാനായിട്ട് വിളി വന്നു. അങ്ങനെ ഞാനങ്ങനെ പോയി ഒരു കളം ഒരുങ്ങിയതിന് ശേഷമാണ് കോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് മറ്റ് അച്ഛന്മാർ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനിടയായത്. ഇന്ന് ഓർക്കുമ്പോൾ കർത്താവ് എന്നെ എത്ര മനോഹരമായിട്ടാണ് ഉപയോഗിച്ചത് എന്നത് തിരിച്ചറിയുമ്പോൾ, എൻ്റെ ദൈവവിളി എങ്ങനെയൊക്കെയാണ് കർത്താവ് പ്രയോജനപ്പെടുത്തിയതെന്ന് തിരിച്ചറിയുമ്പോൾ നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല, കടപ്പാടല്ലാതെ മറ്റൊന്നുമില്ല. കാരണം സ്വന്തമായതൊന്നും ഇല്ല എന്ന് പറയാം. കാരണം ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്തൊന്നും അത്ര ഒരു നല്ല മാർക്ക് മേടിക്കുന്ന ഒരു വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല. ഒരു ആവറേജോ ബിലോ ആവറേജോ ആയിരുന്നു. പക്ഷേ എൻ്റെ ഗുരുക്കന്മാർ പോലും എൻ്റെ പ്രഭാഷണം കേട്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അവരൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് എന്തോ വിശേഷപ്പെട്ട കാര്യമാണെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. അപ്പം അത് എൻ്റേതല്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്.
ഞാനീ പറയുന്നതൊന്നും എൻ്റെതല്ല, എന്നിലൂടെ കർത്താവ് പറയുന്നതാണ്. അതിനെയൊക്കെ ഓർക്കുമ്പോൾ കർത്താവ് എന്നിൽ ചെയ്ത അത്ഭുതങ്ങൾ, എൻ്റെ ദൈവവിളിയുടെ വികാസ പരിണാമത്തിൽ എൻ്റെ കർത്താവ് ഇടപെട്ട രീതികൾ, പരിശുദ്ധാത്മാവിനെ നയിച്ചത്, ഇതൊക്കെയാണ് കണ്ണു നിറഞ്ഞ വികാരത്തോടെ, ഹൃദയം ഉരുകുന്ന വികാരത്തോടെ എനിക്ക് പറയാനുള്ളത്. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ, കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും